ഹലോ, വെൽക്കം ടു വേദാസ് ഡ്രീംലാൻഡ്. അപ്പോൾ നമ്മുടെ സമ്മറിൽ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് റെസിപ്പിയാണ് കസ്റ്റർഡ് റെസിപ്പി. അപ്പോൾ നമ്മളിന്ന് സേമിയ മിക്സഡ് ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചൂടായ പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പാല് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഫുൾ പാലെടുത്തു. അതിലേക്ക് എന്നിട്ട് 3 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ 3 സ്പൂൺ എടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. പാല് തിളച്ചതിന് ശേഷം മാത്രമേ അത് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഷുഗർ ആഡ് ചെയ്യാണ്. 5 സ്പൂൺസ് ഷുഗർ ഞാൻ ആഡ് ചെയ്തു. പാത്രത്തിൽ കാണുമ്പോൾ ഒരുപാട് ഷുഗർ ഉണ്ട് വിചാരിക്കും, ഇല്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് പൊങ്ങിയ സമയത്താണ് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും മിക്സ് ചെയ്തത് ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വരണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സേമിയ മിക്സഡ് ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാലും കസ്റ്റേർഡും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹാർഡ് വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ മീഡിയം ആയപ്പോൾ തന്നെ നമ്മൾ അത് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നു. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് സേമിയ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. അപ്പോൾ സേമിയ നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സേമിയ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ കസ്റ്റേർഡിലേക്ക് നമ്മൾ സേമിയ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒരു സേമിയ നമ്മൾ പായസത്തിലെ പോലെ ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇളക്കിയില്ലെങ്കിൽ നമുക്ക് അടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സേമിയം ഒരു ലെവലായിട്ടുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല, എന്നാൽ മീഡിയം ലെവലിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞങ്ങൾ മാറ്റിയിട്ടോ. ഇനി തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമുക്കിതിന് കുറച്ച് നേരം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1 അവർ എടുത്ത് വെച്ചു. അപ്പോൾ തണുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മുന്തിരി, സ്ട്രോബെറി, ആപ്പിൾ, അനാറ്, ബദാം, കറുത്ത മുന്തിരി, ഡേറ്റ്സ് ഒക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റേർഡ് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തണുത്ത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം വേണം അതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആപ്പിളാണ് ആഡ് ചെയ്യണത്. അപ്പോൾ എല്ലാം ഞാൻ ഈ തണുപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ മുന്തിരിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് ലാസ്റ്റ് വേണം എല്ലാം മിക്സ് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യണത് അനാറാണ് കേട്ടോ. അപ്പോൾ അനാർ എടുത്തിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ സ്ട്രോബെറിയാണ് കേട്ടോ. സ്ട്രോബെറി കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്ട്രോബെറിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബദാം ഇട്ട് കൊടുത്തു. എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരുപാട് ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഡേറ്റ്സും കറുത്ത മുന്തിരി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമ്മുടെ കസ്റ്റർഡ് റെസിപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂട് സമയത്തൊക്കെ ഒരു ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുകയല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണിത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ മിക്സഡ് ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഈസിയാണ്, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്മറിൽ ചൂട് സമയത്തൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക്